യേശുവിനെ ശാസിച്ചു, പിശാചവനുണ്ട്. ഇന്ന് നമ്മൾ പിശാചിനെ ശാസിക്കുകയാണോ പിശാചിനെ സ്വീകരിക്കുകയാണോ? ഇന്ന് നമ്മുടെ വീട്ടിൽ പിശാചിനെ വെച്ച് പാട്ടും സിനിമയും വെച്ച് ആരാധിക്കുകയാണോ അതേ പിശാചിനെ ഉപേക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയാണോ? അല്ലിരിക്കുക. ഇവിടെ ഒരു പയ്യൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നത് ഗോസ്റ്റിൻ്റെ ഉടുപ്പിട്ടിട്ടാണ്. പക്ഷെ കൊച്ചിനെ ഡെലിവറൻസ് ചെയ്യുന്നുണ്ട്, അവൻ ഫ്രീ ആവുന്നില്ല. അവസാനം ചോദിച്ചു, നീ എഴുന്നേറ്റ് തിരിഞ്ഞു നിൽക്കാൻ പറ്റും. എനിക്ക് മനസ്സിലായി, ഇവനിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. വായിക്കാൻ ബൈബിൾ എടുത്തു വെച്ചു, വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് വെച്ചു കൊടുത്തു, ഇംഗ്ലീഷ് വായിക്കാറില്ല. മലയാളം വെച്ചു. 1-ാം ക്ലാസ്സിലെ കൊച്ച് ഇതിലും നന്നായിട്ട് വായിക്കും. അവൻ പഠിക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ ബുദ്ധിയുടെ തലത്തിൽ കയറി ആധിപത്യം സ്ഥാപിച്ചു. പറയുന്ന കാര്യം മനസ്സിലാവുണ്ടോ? ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. പഴയ കാലത്ത് ഏത് കുട്ടികളെ പോകാത്തതെന്ന് വെച്ചാൽ 1-ാം ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിലേക്ക് പോകുന്ന പിള്ളേരെ പോകാതെ നമ്മൾ എടുക്കുന്ന വഴി അവൻ 2 കാലും പൊക്കിയിട്ട് നമ്മുടെ കൈ മേരിക്കും, കൊണ്ടുപോയി സ്കൂളിലാക്കും. ഇപ്പം അങ്ങനെയല്ല. 8-ലും 10-ലും 11-ലും 12-ലും പഠിക്കുന്ന പിള്ളേർ ഈ സ്കൂളിൽ ഇപ്പം താല്പര്യമില്ല. ചിലർ പറയുന്നത് എങ്ങനെയാണ്, കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ, മനസ്സമ്മതം കഴിഞ്ഞു, പെൺകുട്ടി പറയാ എനിക്ക് വിവാഹം താല്പര്യമില്ല. ഇന്ന് താല്പര്യമില്ലാത്തൊരു രോഗം വന്നിരിക്കുക. വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ ഏകസ്ഥനായിട്ട് ജീവിച്ചോളാം, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായിട്ട് ജീവിച്ചോളാം, ആണായിട്ട് ജീവിച്ചോളാം. എന്തെല്ലാം ഭാഷകൾ, എന്തെല്ലാം കാര്യങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? ഉണ്ടോ? ഇതെന്താണ്? ഇതാണ് ആധിപത്യം എന്ന് പറയുന്നത്.